നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. PSC പഠിക്കുന്ന PSC SSC RRB പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്ന ഒരു സ്കീമിനെ പറ്റി ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിരന്തരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്, എങ്ങനെയാണ് ഈ പറയുന്ന ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ആ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് ചർച്ച ചെയ്യുന്നത്. മക്കളെ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സഹായകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. പരമാവധി ആളുകളിലേക്ക് വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അർഹതപ്പെടുന്ന എല്ലാവർക്കും ഇതിന്റെ ആനുകൂല്യം കിട്ടട്ടെ. അതുകൊണ്ട് പറ്റുന്ന എല്ലാ ആളുകളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതേപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ, ടൈമായിട്ട് തന്നെ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. PSC RRB SSC പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്നവർക്ക് ഈ ചാനൽ ഉപകാരപ്പെടുത്താവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പൊ നമ്മൾ ഈ കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന ആ ഒരു സ്കീമിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇതിലേക്ക് ആദ്യത്തെ ഗഡുവായിട്ട് ഏതാണ്ട് 10,000-ഓളം ആളുകൾക്കുള്ള പൈസ ഓൾറെഡി സർക്കാർ അയച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഗഡു ഇനിയും മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്ത് പോകുന്ന ക്രമത്തിലായിരിക്കും. ഇത് അപ്ലൈ ചെയ്യുന്ന ദിവസവുമായി ബന്ധപ്പെട്ടൊക്കെ കിടക്കുന്ന ഒരു രീതിയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം അപ്ലൈ ചെയ്ത ആളുകളിലേക്കായിരിക്കും ഇത് ആദ്യം എത്തുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന എംപ്ലോയ്മെന്റ് കേരള എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിന്റെ ഹോം പേജിലേക്ക് പോവാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം പോകുന്നത് ഇതേപോലെ ഇന്റർഫേസ് വരുന്ന ഒരു സ്കീമിലേക്കാണ്. ഇവിടെ അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. താഴെ ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് ടു വർക്ക് സ്കീം എന്ന് കാണാൻ കഴിയും. അതെന്താണ്, അതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങൾ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളാണെങ്കിൽ, 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനം 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ, നേരത്തെ ഇത് 1 ലക്ഷമായിരുന്നു, ഞാൻ അന്ന് വീഡിയോ ചെയ്യുമ്പോൾ 1 ലക്ഷമായിരുന്നു, ഇപ്പൊ 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. വാർഷിക വരുമാനം 5 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഫിനാൻഷ്യൽ എയ്ഡ് ആയിട്ട് 1000 രൂപ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു മാസം 1000 രൂപ എന്ന രീതിയിൽ 12 മാസം 12,000 രൂപയിലേക്കൊക്കെ എത്താനുള്ള സാധ്യത. മന്ത്ലി ആണ് ഇതിന്റെ സ്കീം കിട്ടുക. ഇത് 2 തരത്തിലുള്ള ആളുകൾക്കാണ് കിട്ടുക. ഒന്ന് സ്കിൽ ട്രെയിനിങ് ചെയ്യുന്ന ആളുകൾക്ക്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള സ്കില്ല് പഠിക്കുന്ന ആളുകൾക്കോ, അല്ല എങ്കിൽ PSC UPSC SSC പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് പഠിക്കുന്ന ആളുകൾക്കോ ആണ് ഇതിന്റെ ആനുകൂല്യം കിട്ടുക. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ആയിട്ട് വരും. അവിടെ ഇതേപോലെ ഒരു ഉത്തരവ് കാണാൻ പറ്റും. ആ ഉത്തരവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് മുഖ്യമന്ത്രിയുടെ ഒരു സഹായ പദ്ധതിയാണ് കണക്ട് ടു വർക്ക് എന്ന് പറയുക. കണ്ടോ, യുവത്വം ഒരു രാജ്യത്തിന് ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ്. അപ്പൊ അവരുടെ വിജ്ഞാന നൈപുണ്യം, അവരുടെ കർമ്മ കുശലത, ഇതൊക്കെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി കൊണ്ടുവരുന്നത്, മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന പദ്ധതി. ഇതിന്റെ മാനദണ്ഡം 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കേരളത്തിൽ സ്ഥിരതാമസമുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. കേരളത്തിൽ സ്ഥിരതാമസം ഉണ്ടായിരിക്കണമെന്നൊരു ക്ലോസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയാനും പാടില്ല. 5 ലക്ഷം രൂപയിൽ കവിയാനും പാടില്ല. +2 VHSC ITI ഡിപ്ലോമ ഡിഗ്രി എന്നീ വിജയങ്ങൾക്ക് ശേഷം സ്കിൽ കോഴ്സുകൾ പഠിക്കുന്നവർക്കോ വിവിധ ജോലികൾക്ക് വേണ്ടി മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്നവർക്കോ ആണ് ഈ പറയുന്ന ഈ ഒരു രീതിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ഇവിടെ അപ്ലൈ നൗ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഞാനത് വായിക്കുന്നില്ല. നിങ്ങൾ അതിന്റെ താഴെ ഭാഗത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഡോക്യുമെന്റ്സ് എല്ലാം PDF ഫോർമാറ്റിലായിരിക്കണം. ഫോട്ടോയും സിഗ്നേച്ചറും ഒഴികെ, ഫോട്ടോയും സിഗ്നേച്ചറും മാത്രം JPG ഫോർമാറ്റിലായിരിക്കണം. ബാക്കി എല്ലാ ഡോക്യുമെന്റും PDF ഫോർമാറ്റിലാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. PDF മാക്സിമം 100 KB മാത്രമേ ആവാൻ പാടുള്ളൂ. 100 KB താഴെയാണ് എന്നുണ്ടാവേണ്ടത് ഈ പറയുന്ന ഡോക്യുമെന്റ്സിന്റെ ഒക്കെ സൈസ് ഉണ്ടാവേണ്ടത്. അതായത് PDF ഡോക്യുമെന്റ്സിനെല്ലാം 100 KB താഴെയാണ് ഉണ്ടാവേണ്ടത്. അതിലാദ്യം അഡ്രസ് പ്രൂഫ് കൊടുക്കണം. അഡ്രസ് പ്രൂഫായിട്ട് നിങ്ങൾക്ക് SSLCയോ മറ്റോ കൊടുക്കാവുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന പ്രൂഫ്, അത് നിങ്ങൾക്ക് SSLC ബുക്ക് കൊടുക്കാം. ആനുവൽ ഫിനാൻഷ്യൽ ഇൻകം അല്ലെ ഫാമിലി ഇൻകം കാണിക്കാനായിട്ട് 5 ലക്ഷത്തിൽ താഴെയാണ് വാർഷിക വരുമാനം വരേണ്ടത്. നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതായിട്ടുണ്ട്.
1 വർഷത്തിനുള്ളിലുള്ള സർട്ടിഫിക്കറ്റ് ആണ്. പുതിയതായിട്ട് ഇതിനു വേണ്ടി സർട്ടിഫിക്കറ്റ് എടുക്കുന്നതാണ് അഭികാമ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ SSLC പോലുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് കാണിക്കാം. ഇത് കൂടാതെ അക്നോളജ്മെന്റ് സ്ലിപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്ലിപ്പാണ് വേണ്ടത്. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, ഇപ്പൊ PSC ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഫോം ആണ് വേണ്ടത്. അതായത് നിങ്ങൾ PSCയുടെ പ്രൊഫൈലിൽ കയറുക, നിങ്ങൾ അടുത്ത് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് എടുക്കുക, അവിടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഡൗൺലോഡ് ചെയ്തെടുത്ത ആപ്ലിക്കേഷൻ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അക്നോളജ്മെന്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്ലിപ്പ് എന്ന നിലയ്ക്ക് അത് കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും സ്കില്ലാണ് പഠിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു അക്നോളജ്മെന്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആ അക്നോളജ്മെന്റ് സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് പേജിന്റെ പാസ്ബുക്കിന്റെ ഫസ്റ്റ് പേജ് കൊടുക്കേണ്ടതാണ് കേട്ടോ. അതായത് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കുന്ന തരത്തിൽ, അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കാണിക്കുന്ന തരത്തിലുള്ള ഫസ്റ്റ് പേജ് കൊടുക്കേണ്ടതാണ്. ദെൻ ഓതന്റിക്കേഷൻ ലെറ്റർ കൊടുക്കാം. അത് നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് കൊടുക്കേണ്ടത്. അത് സാധാരണഗതിയിൽ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾക്കാണ് വേണ്ടത്. ഓക്കെ, സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾക്ക് സ്ഥാപന മേലധികാരി അംഗീകരിച്ചിട്ടുള്ള അവരുടെ സീലും സൈനുമുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നിങ്ങൾ PSC പഠിക്കുന്ന ആളാണെങ്കിൽ സെൽഫ് ഡിക്ലറേഷൻ ഫോം ആണ് വേണ്ടത് കേട്ടോ. സെൽഫ് ഡിക്ലറേഷൻ കണ്ടോ, സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് സൈൻഡ് ബൈ ദ കാൻഡിഡേറ്റ് കൺഫേമിംഗ് ദാറ്റ് ഹി ഓർ ഷീ ഈസ് പ്രിപ്പയറിംഗ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാം. നിങ്ങൾ PSC, RRB, SSC, ബാങ്ക് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഏതാണ്? സെൽഫ് ഡിക്ലറേഷൻ ഫോം ആണ്. സ്ഥാപന അധികാരിയുടെ ഫോം വേണ്ടത് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് പഠിക്കുന്നവർക്കാണ്. സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് പഠിക്കുന്നവർക്കാണ് അത് സ്ഥാപന മേലധികാരിയുടെ ഇത് വേണം. നിങ്ങൾ നെറ്റ് പോലെയുള്ള കേറ്ററ്റ് പോലെയുള്ള ക്വാളിഫയിങ് എക്സാമുകളാണ് എഴുതുന്നത് എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സ്കോളർഷിപ്പിന് എലിജിബിൾ അല്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ക്വാളിഫയിങ് നേച്ചറുള്ള എക്സാം ആണ്, നിങ്ങൾ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്, നിങ്ങൾ കേറ്ററ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്, അത്തരത്തിലുള്ള JRF എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്, അത്തരത്തിലുള്ള ക്വാളിഫയിങ് എക്സാമുകളാണ് എങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഈ പറയുന്ന പദ്ധതി പ്രകാരം സ്കോളർഷിപ്പ് ലഭിക്കില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇത്രയും വരുന്ന 10 കാര്യങ്ങളാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുത്തു വെക്കേണ്ടത്. ഇത് കൂടാതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതേപോലെ തന്നെ ആപ്ലിക്കന്റിന്റെ സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങളാണ് മസ്റ്റ് ആയിട്ട് വേണ്ടത്. ഇനി ഇത് അപ്ലോഡ് ചെയ്യുന്ന രീതി പറയുന്നുണ്ട്. അഡ്രസ് പ്രൂഫ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വെക്കാം? നിങ്ങൾക്ക് ഇലക്ട്രൽ ഫോട്ടോ, ഐഡന്റിറ്റി കാർഡ് വെക്കാവുന്നതാണ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് വെക്കാം, പാസ്പോർട്ട്, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊക്കെ വെക്കാവുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ ഒന്നുകിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വെക്കാവുന്നതാണ്. ഇൻകം തെളിയിക്കാനായിട്ട് വില്ലേജ് ഓഫീസർ നൽകുന്ന 1 വർഷത്തിൽ താഴെയുള്ള 5 ലക്ഷത്തിൽ താഴെയാണ് വരുമാനം എന്ന് കാണിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്, അത്തരത്തിലുള്ളവർക്ക് മാത്രമേ ഇത് എലിജിബിൾ ആയിട്ടുള്ളൂ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ഏതാണോ എഡ്യൂക്കേഷൻ ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെക്കാവുന്നതാണ്. അക്നോളജ്മെന്റ് സ്ലിപ്പ് ഞാൻ പറഞ്ഞു, നിങ്ങൾ പരീക്ഷ എഴുതുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എവിടെയാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, UPSC ആണെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസ് ആണ് കാണിക്കേണ്ടത്, അത് കൊടുക്കാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷൻ ഫോമും വേണം. അത് PSC, UPSC, RRB പോലെയുള്ള പരീക്ഷകൾക്കാണ് സെൽഫ് ഡിക്ലറേഷൻ ഫോം വേണ്ടത്. നിങ്ങൾ സ്കിൽ ഡെവലപ്മെന്റ് ആണ് പഠിക്കുന്നത് എങ്കിൽ അവിടെ നിന്ന് സ്ഥാപനാധികാരിയുടെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇത്രയും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ PDF ഫോർമാറ്റിൽ വെക്കുക, ഫോട്ടോയും അതേപോലെ തന്നെ JPG ഫോർമാറ്റിൽ സിഗ്നേച്ചർ കൂടി എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് സാക്ഷ്യപത്രം. ഇത് ആക്ച്വലി വരുന്നത് നമ്മുടെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണ്. അവർക്കാണ് അനുബന്ധം 2-ലെ സാക്ഷ്യപത്രം 2 ഫയൽ ചെയ്യേണ്ടത്. PSC, RRB, SSC പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ് ആക്ച്വലി അനുബന്ധം 2-ലെ സാക്ഷ്യപത്രം 2 സമർപ്പിക്കേണ്ടത്. അവിടെ കൃത്യമായിട്ട് ഒരു ഫോർമാറ്റ് പറയുന്നുണ്ട്. അത് വെച്ച് പേരും ഒപ്പും കൊടുത്ത് നിങ്ങൾക്ക് സ്ഥലവും തീയതിയും കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളൊരു സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സിലാണ് എങ്കിൽ അവിടെ സാക്ഷ്യപത്രം 1 സമർപ്പിക്കേണ്ടത്, അനുബന്ധം 1. ഇതെല്ലാം വെബ്സൈറ്റിൽ കിട്ടും കേട്ടോ. അപ്പൊ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. ഇവിടെ തൊഴിൽ നൈപുണ്യ പരിശീലന ക്ലാസ്സിൽ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ സ്ഥാപന മേലധികാരിയുടെ പേരും ഒപ്പം കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ്. ആ രീതിയിൽ എന്ത് ചെയ്യണം, അതും കൂടി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ രണ്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. സിഗ്നേച്ചറും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. അത് മാക്സിമം 100 KB കൂടാൻ പാടില്ല. JPG ഫോർമാറ്റിലാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ ഒരു ടിക്ക് കൊടുത്ത് പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകും. മുന്നോട്ട് പോകുന്നിടത്ത് ഒന്നെങ്കിൽ നിങ്ങൾ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ആ രജിസ്ട്രേഷൻ ID ഇവിടെ കൊടുക്കുക, ചെക്ക് രജിസ്ട്രേഷൻ കൊടുക്കുക. ഇനി അങ്ങനെ അല്ല എങ്കിൽ പുതിയതായിട്ടാണെങ്കിൽ പ്രൊസീഡ് ആസ് ന്യൂ ആപ്ലിക്കന്റ് എന്ന് പറയുന്ന പോർഷൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ ആപ്ലിക്കന്റ് ആയിട്ട് തന്നെ കൊടുക്കാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കന്റ് നെയിം, ഗാർഡിയൻ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതേപോലെ തന്നെ നിങ്ങളുടെ ആനുവൽ ഇൻകം, നിങ്ങൾക്ക് കിട്ടുന്ന നമ്മുടെ ആനുവൽ സർട്ടിഫിക്കറ്റിൽ കിട്ടുന്ന ആ ഒരു ഇൻകം കൊടുക്കാവുന്നതാണ്. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണ്, ഡിഗ്രി ആണ് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു സെർച്ചിങ് അപ്ലൈങ് ഫോർ എന്ന് കാണാനായിട്ട് വരും. അവിടെ 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് PSC, RRB പോലെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പഠിക്കുന്നു, രണ്ടാമത്തെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് പഠിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കുക, ഡിസ്ട്രിക്ട് കൊടുക്കുക, പിൻകോഡ്, സ്റ്റേറ്റ് കൊടുക്കുക, അക്കൗണ്ട് ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബാങ്കിന്റെ നെയിം, അതേപോലെ ബ്രാഞ്ചിന്റെ നെയിം, ആധാർ നമ്പർ,
ഇത്രയും ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തെറ്റാതെ എൻട്രി ചെയ്ത് കൊടുക്കാം. അതിന് താഴെ ഒരു ടിക്ക്, ഒരു നീല കളറിലെ ടിക്ക് കൊടുക്കാനായിട്ട് കാണും. അതും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊസീഡ് ഓപ്ഷൻ കൊടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ഫീൽഡ് കൃത്യമായിട്ട് ഫീൽഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മാൻഡേറ്ററി ആണ്, എല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. അതിനുശേഷം ഇതേപോലെ യു ഹാവ് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് യുവർ പ്രൊഫൈൽ എന്ന് കാണാൻ കഴിയും. അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും. അതിനുശേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപ്ലോഡ് റിക്വയർഡ് ഡോക്യുമെന്റ്സ് എന്ന് കാണാൻ കഴിയും. അവിടെ എത്രയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് പ്രകാരമുള്ള കൗണ്ട് അവിടെ കാണിക്കും. നിങ്ങൾക്ക് ഒരു മിനിമം കൗണ്ട് കൊടുത്തിട്ടുണ്ട്. 100 KB താഴെ ആയിരിക്കണം ഓരോ ഡോക്യുമെന്റും ഉണ്ടാവേണ്ടത്. അത് PDF ഫോർമാറ്റിലായിരിക്കണം. ആധാർ അഡ്രസ് പ്രൂഫ് ആണെങ്കിൽ അത്, ഏജ് പ്രൂഫ്, എഡ്യൂക്കേഷനുള്ള ഇൻകം സർട്ടിഫിക്കറ്റ്, അക്നോളജ്മെന്റ്, സെൽഫ് ഡിക്ലറേഷൻ, ഇതെല്ലാം നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഇതെല്ലാം നിങ്ങൾ കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ ബാങ്ക് പാസ്ബുക്ക്, അതേപോലെ തന്നെ സിഗ്നേച്ചർ. ഈ സിഗ്നേച്ചറും ഫോട്ടോയും മാത്രം JPG 100 KB താഴെ എന്ത് ചെയ്യുക, കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ യൂസ് ചെയ്യാം. ഫോട്ടോഷോപ്പ് അറിയാമെങ്കിൽ അതിൽ വേണമെങ്കിലും ചെയ്താൽ മതി. ഇനി അതിനുശേഷം വീണ്ടും നോക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. നേരെ മുന്നോട്ട് പോകുക. താഴെ വരുമ്പോഴത്തേക്കും ഒരു നീല ടിക്ക് കൊടുക്കാനുണ്ട്. അതും കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം യുവർ ആപ്ലിക്കേഷൻ എന്നുള്ളത് കാണാൻ പറ്റും. അവിടെ കൺഫേം ആപ്ലിക്കേഷൻ കൊടുത്താൽ കൺഫേം സബ്മിഷൻ എന്നുള്ളത് കൊടുത്ത് അവിടെ ഒരു ഓക്കെയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തു, സബ്മിറ്റ് ചെയ്തു. ഇത്രയുമാണ് 1000 രൂപ സ്കോളർഷിപ്പ് കിട്ടാനുള്ള വഴി. അപ്പൊ നിങ്ങൾ ഈ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തുക. പരമാവധി ഇത് കുട്ടികളിലേക്ക് എത്തിക്കുക. എത്ര പേരിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും പേരിലേക്ക് എത്തിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇത്തരത്തിലുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി ഈ സ്കോളർഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാനായിട്ടുള്ള ഒരു എയ്ഡ് സാഹചര്യം നിങ്ങൾക്ക് കിട്ടും. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ മെന്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൃത്യമായ മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള നമ്മുടെ കൃത്യമായ ക്ലാസ്സുകളും PDF നോട്ടുകളും അതേപോലെ തന്നെ എക്സാമുകളും പരമാവധി എക്സാമുകളും ഒക്കെ ചേർത്തിട്ടുള്ള അടിപൊളി ബാച്ചാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, സബ് ഇൻസ്പെക്ടർ, ജയിലർ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ്. ഒറ്റ കോഴ്സിലൂടെ 6 റാങ്ക് ലിസ്റ്റുകൾ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്താനായിട്ട് കഴിയും. വളരെ ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടെന്ന് ഫില്ല് ചെയ്തേക്കാം. അല്ല എങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിലോട്ടൊന്ന് വിളിച്ചോടാം. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 10% ഡിസ്കൗണ്ട് കൂടി നമ്മുടെ ഗോൾഡ് ബാച്ചുകൾക്ക് വേണ്ടി. ഇത് കൂടാതെ പേഴ്സണലൈസ്ഡ് ഗോൾഡ് ബാച്ച് ഉണ്ട്. ആ ഗോൾഡ് ബാച്ചിന് 10% ഡിസ്കൗണ്ടും അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ബാച്ചുകൾക്കാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾ ഈ ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്യുന്നത് 20% ഡിസ്കൗണ്ട് കിട്ടും. ഇത് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ ഓഫറാണ്. അപ്പൊ അടിപൊളിയായിട്ട് തന്നെ പഠിക്കാൻ മക്കളെ. നിങ്ങൾക്ക് ഈ ഓഫറും കൂടി എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന കൂടാതെ തന്നെ നമ്മുടെ ഓഫർ 20% ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ വളരെ വേഗത്തിൽ അഡ്മിഷൻ എടുക്കാം. അടിപൊളിയായിട്ട് പഠിക്കാം. സൂപ്പർ നോട്ട്സിന്റെ കൂട്ടത്തിൽ തന്നെ ജോലിയിലേക്ക് കയറാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ.